മുംബൈ സ്പെഷ്യലായിട്ടുള്ള അഫ്ലാത്തൂൺ സ്വീറ്റാണ് ഇന്ന് കാണാൻ പോണത്. എന്താ ഈ സ്വീറ്റിനെ കുറിച്ച് പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയ ശേഷം പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലായിട്ടോ. അത്രയ്ക്ക് രസമുണ്ട് കഴിക്കാനായിട്ട്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് ആവശ്യം വരും. ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർ ചെയ്യണേ അതിൽ വേണം എല്ലാം അളന്നെടുക്കാനായിട്ട്. അതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ള റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് റവ നന്നായിട്ട് റോസ്റ്റായിട്ട് കളറ് ചെറുതായിട്ട് മാറി വരണം. ഒരുപാട് കളറ് ബ്രൗൺ ആയിട്ട് വരണ്ട, ഒരു ഗോൾഡൻ കളറിലാവണ വരെ നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ നന്നായിട്ട് റോസ്റ്റായി കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലിടണം. കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. വീറ്റ്ലെസ് കോവ ഇത് 1 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോവയോടൊപ്പം തന്നെ 2 കപ്പ് പാലും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോവയൊക്കെ ഈ ഇതിൽ കിടന്ന് ഈ ചൂടിൽ അലിഞ്ഞ് ഇതിനോടൊപ്പം നന്നായിട്ട് ചേർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നട്ട്സ് പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. നട്ട്സ് പൊടിച്ചത് ഓപ്ഷണലാട്ടോ. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവണ വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്യ് കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ അതാ കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ടെക്സ്ചർ. ഇത് ഉണ്ടാക്കുന്ന സമയമുണ്ടല്ലോ വീട് നല്ല മണമായിരിക്കും. കാരണം എല്ലാം റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിൽ ചേർക്കണത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ലാത്തൂൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം.